ഓം ശാന്തി. 23/5/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് തോണിക്കാരനെ ലഭിച്ചിരിക്കുന്നു. ഇക്കരെ നിന്നും അക്കരെ കൊണ്ടുപോകുന്നതിനു വേണ്ടി. നിങ്ങളുടെ പാദം ഇപ്പോൾ ഈ പഴയ ലോകത്തിലല്ല. നിങ്ങളുടെ നങ്കൂരം എടുത്തു കഴിഞ്ഞു. ചോദ്യം: മാന്ത്രികനായ ബാബയുടെ വണ്ടർഫുൾ ഇന്ദ്രജാലം ഏതാണ്? അത് മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ഉത്തരം: കവടിക്ക് തുല്യമായ ആത്മാവിനെ വജ്രതുല്യമാക്കി മാറ്റുക. പൂന്തോട്ടക്കാരനായി മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുക. ഇത് വളരെ വണ്ടർഫുൾ ഇന്ദ്രജാലമാണ്. അത് ഒരു മാന്ത്രികനായ ബാബ തന്നെയാണ് ചെയ്യുന്നത്, മറ്റാരും ചെയ്യുന്നില്ല. മനുഷ്യർ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമായി മാന്ത്രികൻ എന്ന് പറയപ്പെടുന്നു. എന്നാൽ ബാബയെ പോലെ ഇന്ദ്രജാലം കാണിക്കുവാൻ സാധിക്കില്ല. ഓം ശാന്തി. മുഴുവൻ സൃഷ്ടിചക്രത്തിൽ അഥവാ ഡ്രാമയിൽ ബാബ ഒരു തവണ മാത്രമാണ് വരുന്നത്. മറ്റേതെങ്കിലും സത്സംഗങ്ങളിലോ മറ്റോ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടാകില്ല. കഥ പറഞ്ഞു കൊടുക്കുന്നവർ അച്ഛനുമല്ല, അവർ കുട്ടികളുമല്ല, അവർ വാസ്തവത്തിൽ ഫോളോവേഴ്സുമല്ല. ഇവിടെയാകട്ടെ നിങ്ങൾ കുട്ടികളുമാണ്, സ്റ്റുഡൻറ്റുമാണ്, ഫോളോവേഴ്സുമാണ്. ബാബ കുട്ടികളെ കൂടെ കൊണ്ടുപോകും. ബാബ പോകുമ്പോൾ പിന്നെ കുട്ടികളും ഈ മോശമായ ലോകത്തിൽ നിന്നും തൻ്റെ പുഷ്പങ്ങളുടെ ലോകത്തിൽ പോയി രാജ്യം ഭരിക്കും. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് വളരെയധികം സന്തോഷിക്കണം. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ്. അത് സർവരുടെയും അച്ഛനാണ്. ഇതും കുട്ടികളായ നിങ്ങൾക്ക് മാത്രമാണ് അറിയാമായിരിക്കുന്നത്. ബാക്കി മുഴുവൻ ലോകത്തിലും എല്ലാവരും വിവേകമില്ലാത്തവരാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, രാവണൻ നിങ്ങളെ എത്ര അവിവേകിയാക്കി മാറ്റിയിരിക്കുന്നു. ബാബ വന്ന് വിവേകമുള്ളവരാക്കി മാറ്റുന്നു. മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കുവാൻ യോഗ്യരും ഇത്രയും വിവേകശാലികളുമാക്കി മാറ്റുന്നു. ഈ സ്റ്റുഡൻറ് ലൈഫും ഒരിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അതും ഭഗവാൻ വന്ന് പഠിപ്പിക്കുമ്പോൾ. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ട്. പിന്നെ ആരാണോ തൻ്റെ തൊഴിൽ കാര്യങ്ങളിൽ മറ്റും വളരെയധികം കുടുങ്ങിയിരിക്കുന്നത്, അവരുടെ ബുദ്ധിയിൽ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്നത് ഒരിക്കലും വരിക സാധ്യമല്ല. അവർക്കാകട്ടെ തൻ്റെ തൊഴിലും മറ്റുമായിരിക്കും ഓർമ്മയുണ്ടായിരിക്കുന്നത്. അതിനാൽ കുട്ടികളായ നിങ്ങൾ ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കെ എത്ര ഹർഷിതമായിരിക്കേണ്ടതാണ്. മറ്റുള്ളവരെല്ലാം ചില്ലിക്കാശുള്ളവരുടെ കുട്ടികളാണ്. നിങ്ങളാകട്ടെ ഭഗവാന്റെ കുട്ടികളായിരിക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അളവറ്റ സന്തോഷമുണ്ടായിരിക്കണം. ചിലരാണെങ്കിൽ വളരെയധികം ഹർഷിതമായിരിക്കുന്നു. ചിലർ പറയുന്നു, ബാബ നമുക്ക് മുരളി വായിക്കുവാൻ പറ്റുന്നില്ല, ഇതുണ്ടാകുന്നു എന്ന്. മുരളി പ്രയാസമുള്ളതല്ല. ഭക്തി മാർഗത്തിൽ സന്യാസിമാരോടും മറ്റും ചിലർ ചോദിക്കുന്നു, നമ്മൾ ഈശ്വരനെ എങ്ങനെ കണ്ടുമുട്ടും? പക്ഷേ അവർക്കറിയില്ല. വിരൽ കൊണ്ട് സൂചന മാത്രം കൊടുക്കും, ഭഗവാനെ ഓർമ്മിക്കൂ എന്ന്. അത്ര തന്നെ സന്തോഷം വരുന്നു. അതാരാണ് എന്നത് ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. തൻ്റെ പിതാവിനെ ആരും അറിയുന്നില്ല. ഈ ഡ്രാമ തന്നെ ഇങ്ങനെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെയും മറന്നുപോകും. നിങ്ങളിൽ എല്ലാവരും ബാബയെയും രചനയെയും അറിയുന്നു എന്നല്ല. ചിലയിടങ്ങളിൽ അങ്ങനെയുള്ള പെരുമാറ്റവും കാണിക്കുന്നു. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. ആ ലഹരി തന്നെ പറന്നു പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ പാദം പഴയ ലോകത്തിൽ ഇല്ലാത്തതുപോലെയാണ്. നിങ്ങൾക്കറിയാം, കലിയുഗ ലോകത്തിൽ നിന്നും ഇപ്പോൾ പാദം എടുത്തു കഴിഞ്ഞു. ബോട്ടിൻ്റെ നങ്കൂരം എടുക്കപ്പെട്ടു കഴിഞ്ഞു.
ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ എവിടെയാണ് കൊണ്ടുപോവുക എന്നത് ബുദ്ധിയിലുണ്ട്. കാരണം ബാബ തോണിക്കാരനുമാണ്, പൂന്തോട്ടക്കാരനുമാണ്. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നു. ബാബയെ പോലെ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന പൂന്തോട്ടക്കാരനായി ആരും തന്നെയില്ല. ഈ ഇന്ദ്രജാലം നിസ്സാരമായതല്ല. കവടിത്തുല്യമായ ആത്മാവിനെ വജ്രതുല്യമാക്കി മാറ്റുന്നു. ഇക്കാലത്ത് വളരെയധികം മാന്ത്രികന്മാർ വന്നിട്ടുണ്ട്. ഇത് ചതികളുടെ ലോകമാണ്. ബാബ സദ്ഗുരുവാണ്. സദ്ഗുരു അകാൽ എന്നും പറയുന്നുണ്ട്. വളരെയധികം ഈണത്തോടെ പറയുന്നു. സദ്ഗുരു ഒന്നാണ്, സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ് എന്ന് പറയുമ്പോൾ പിന്നെ സ്വയം ഗുരുവാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? അവരും മനസ്സിലാക്കുന്നില്ല, ലോകത്തുള്ളവരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ പഴയ ലോകത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് തന്നെ എന്താണ്? ബാബ പുതിയ വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കുട്ടികൾക്ക് അറിയാമായിരിക്കെ പഴയ വീടിനോട് പ്രീതി വയ്ക്കുകയും പുതിയ വീടിനോട് വെറുപ്പ് വയ്ക്കുകയും ചെയ്യുന്ന ആരാണ് ഉണ്ടായിരിക്കുക? ബുദ്ധിയിൽ പുതിയ വീട് തന്നെയായിരിക്കും ഓർമ്മയുണ്ടായിരിക്കുന്നത്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്മൃതി ഉണ്ടായിരിക്കണം, ബാബ നമുക്ക് വേണ്ടി ന്യൂ വേൾഡ് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ന്യൂ വേൾഡിലേക്ക് പോകുന്നു. ആ പുതിയ ലോകത്തിന് അനേകം നാമങ്ങളുണ്ട്. സത്യയുഗം, ഹെവൻ, പാരഡൈസ്, വൈകുണ്ഠം തുടങ്ങിയവ. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. കാരണം പഴയ ലോകത്തിൽ ദുഃഖം മാത്രമാണുള്ളത്. ഇതിൻ്റെ പേര് തന്നെ ഹെൽ, മുള്ളുകളുടെ കാട്, രൗരവ നരകം, കംസപുരി എന്നാണ്. ഇതിൻ്റെ അർത്ഥവും ആരും അറിയുന്നില്ല. കല്ല് ബുദ്ധികളാണല്ലോ. നോക്കൂ, ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ്? ബാബ പറയുന്നു, ഈ സമയം എല്ലാവരും കല്ല് ബുദ്ധികളാണ്. സത്യയുഗത്തിൽ എല്ലാവരും പവിഴ ബുദ്ധിയാണ്. യഥാ രാജാ റാണി തഥാ പ്രജ. ഇവിടെയാണെങ്കിൽ പ്രജകളുടെ മേൽ പ്രജയുടെ രാജ്യമാണ്. അതിനാൽ എല്ലാവരുടെയും സ്റ്റാമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ഓർമ്മ ഉണ്ടായിരിക്കണം, ഉയർന്നതിലും ഉയർന്നതാണ് ബാബ. പിന്നെ സെക്കൻഡ് നമ്പറിൽ ഉയർന്നത് ആരാണ്? ബ്രഹ്മ, വിഷ്ണു. ശങ്കറിന് യാതൊരു ഔന്നത്യവുമില്ല. ശങ്കറിൻ്റെ വേഷഭൂഷാദികളും മറ്റും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ശങ്കർ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്നും ലഹരി വസ്തുക്കൾ കുടിക്കുന്നുവെന്നും പറയുന്നു. ഇത് ഇൻസൾട്ടാണല്ലോ. ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇവർ തൻ്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയി. തൻ്റെ ദേവതമാരെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര അപമാനിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, എൻ്റെയും അപമാനം, ശങ്കറിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അപമാനം എന്ന്. വിഷ്ണുവിൻ്റെ അപമാനം ഉണ്ടാകുന്നില്ല. വാസ്തവത്തിൽ ഗുപ്തമായി വിഷ്ണുവിനെയും അപമാനിക്കുന്നു. കാരണം വിഷ്ണു തന്നെയാണ് രാധയും കൃഷ്ണനും. കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ മഹാത്മാവിനേക്കാൾ ഉയർന്നതായി മഹിമ ചെയ്യുന്നു. ഈ ബ്രഹ്മാവും പിന്നീട് സന്യാസം ചെയ്യുന്നു. കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, പവിത്രമാണ്, പാപത്തെയും മറ്റും അറിയുന്നില്ല. ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ. എങ്കിലും പാവങ്ങൾക്കറിയില്ല പ്രജാപിത ബ്രഹ്മാവ് എവിടെയാണ് ഉണ്ടാകേണ്ടത്. പ്രജാപിത ബ്രഹ്മാവിനെ കാണിക്കുന്നതും ശരീരധാരിയായാണ്. അജ്മീറിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. താടിയും മീശയും ബ്രഹ്മാവിന് കാണിക്കുന്നു, ശങ്കരനും വിഷ്ണുവിനും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. പ്രജാപിത ബ്രഹ്മാവ് സൂക്ഷ്മവദനത്തിൽ എങ്ങനെ ഉണ്ടാകുവാനാണ്? ബ്രഹ്മാവ് ഇവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ സമയത്ത് ബ്രഹ്മാവിന് എത്ര സന്താനങ്ങളാണുള്ളത്?
പ്രജാപിത, ബ്രഹ്മകുമാർ, കുമാരിമാർ ഇത്ര അനേകമുണ്ട് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവ് ഉണ്ടാകും. ചൈതന്യത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും. പ്രജാപിത ബ്രഹ്മാവ് കുട്ടികളെ ജനിപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതോ മറ്റെന്തെങ്കിലും കൂടി ചെയ്യുമോ? ആദിദേവനായ ബ്രഹ്മാവ്, ആദിദേവിയായ സരസ്വതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പാർട്ട് എന്താണ്? ഇത് ആർക്കും അറിയില്ല. രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ജീവിച്ചു പോയവരാണ്. തീർച്ചയായും ബ്രാഹ്മണരെ ശിവ് ബാബ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ബ്രഹ്മാവ് എവിടെ നിന്ന് വരുവാനാണ്? ഇത് പുതിയ കാര്യങ്ങളാണല്ലോ. ബാബ വരാത്തതുവരെയും ആർക്കും അറിയുവാൻ സാധിക്കുന്നില്ല. ആർക്ക് എന്ത് പാർട്ടാണോ ഉള്ളത് അത് തന്നെ അഭിനയിക്കുന്നു. ബുദ്ധൻ എന്ത് പാർട്ട് അഭിനയിച്ചു? എപ്പോൾ വന്നു? വന്ന് എന്ത് ചെയ്തു? ആരും അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. അതായത് ബുദ്ധൻ ഗുരുവാണോ, ടീച്ചറാണോ, പിതാവാണോ? അല്ല, സദ്ഗതി നൽകുവാൻ സാധിക്കില്ല. ബുദ്ധൻ തൻ്റെ ധർമ്മത്തിൻ്റെ രചയിതാവ് മാത്രമാണ് ആയത്, ഗുരുവല്ല. ബാബ കുട്ടികളെ രചിക്കുന്നു, പിന്നെ പഠിപ്പിക്കുന്നു. അച്ഛനും ടീച്ചറും ഗുരുവും മൂന്നുമാണ്. നിങ്ങൾ പഠിപ്പിക്കൂ എന്ന് രണ്ടാമതൊരാളോട് പറയുകയില്ല. മറ്റാരുടെയും പക്കൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. അപ്പോൾ തീർച്ചയായും ജ്ഞാനം കേൾപ്പിക്കും. ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം നൽകിയിരുന്നത്. ഇപ്പോൾ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ വീണ്ടും 5000 വർഷങ്ങൾക്കു ശേഷം വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്. ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒന്നിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ 5000 വർഷത്തിനു ശേഷം വീണ്ടും വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. കുട്ടികൾ പറയുന്നു, അതെ ബാബ, നമ്മൾ അങ്ങയെ അനേകം തവണ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആര് എത്ര തന്നെ നിങ്ങളെ അടിക്കുകയും മറ്റും ചെയ്താലും ഉള്ളിൽ ആ സന്തോഷമുണ്ടല്ലോ. ശിവബാബയെ ലഭിച്ചതിൻ്റെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയിലൂടെ തന്നെ എത്ര പാപങ്ങൾ മുറിയുന്നു. അബലകളുടെയും ബന്ധനത്തിലുള്ളവരുടെയും കൂടുതൽ മുറിയുന്നു. കാരണം അവരാണ് കൂടുതൽ ശിവബാബയെ ഓർമ്മിക്കുന്നത്. അത്യാചാരം ഉണ്ടാകുന്നു. അപ്പോൾ ബുദ്ധി ശിവബാബയുടെ നേർക്ക് പോകുന്നു. ശിവബാബ രക്ഷിക്കൂ. അപ്പോൾ ഓർമ്മിക്കുന്നത് നല്ലതാണല്ലോ. ദിവസവും അടികൊണ്ടാലും ശിവബാബയെ ഓർമ്മിക്കൂ. ഇത് നന്മയായില്ലേ? ഇങ്ങനെയുള്ള പ്രഹരത്തിൻ്റെ മേൽ ബലിഹാരിയാകേണ്ടതാണ്. അതായത് കൃതജ്ഞരാകേണ്ടതാണ്. പ്രഹരം ഏൽക്കുമ്പോൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഗംഗാജലം വായിലുണ്ടാകുമ്പോൾ, ഗംഗയുടെ തീരത്തായിരിക്കുമ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്നും വേർപെടട്ടെ എന്ന് പറയുന്നു. നിങ്ങൾക്ക് എപ്പോഴാണോ അടി കിട്ടുന്നത്, അപ്പോൾ ബുദ്ധിയിൽ ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കട്ടെ. അത്ര തന്നെ. ബാബ എന്ന് പറയുമ്പോൾ സമ്പത്ത് തീർച്ചയായും ഓർമ്മ വരും. ബാബ എന്ന് പറയുമ്പോൾ സമ്പത്ത് ഓർമ്മ വരാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അച്ഛനോടൊപ്പം സ്വത്തും തീർച്ചയായും ഓർമ്മ വരും. നിങ്ങൾക്കും ശിവബാബയോടൊപ്പം സമ്പത്തും തീർച്ചയായും ഓർമ്മ വരും. അവരാകട്ടെ നിങ്ങളെ വിഷത്തിനു വേണ്ടി, അതായത് വികാരത്തിനു വേണ്ടി അടി തന്ന ശിവബാബയുടെ ഓർമ്മ വരുത്തുന്നു. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു, പാപം മുറിഞ്ഞു പോകുന്നു. ഇതും ഡ്രാമയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗുപ്തമായ മംഗളമാണ്. യുദ്ധം മംഗളകാരിയാണ് എന്ന് പറയുന്നത് പോലെ ഈ അടിയും നന്മയായില്ലേ? ഇക്കാലത്ത് കുട്ടികൾ എക്സിബിഷൻ്റെയും വേളയുടെയും സേവനത്തിന് പ്രാധാന്യം നൽകുന്നു. നവനിർമ്മാണം എന്ന എക്സിബിഷനോടൊപ്പം
ഗേറ്റ് വേ ടു ഹെവൻ എന്നെഴുതൂ. 2 വാക്കുകളും ഉണ്ടായിരിക്കണം. പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമാകുന്നു? അതിൻ്റെ എക്സിബിഷനാണ്. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമാകുന്നു? അതിനു വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വന്നു കാണൂ. ഗേറ്റ് വേ ടു ന്യൂ വേൾഡ് എന്ന വാക്കും ശരിയാണ്. ഈ യുദ്ധത്തിലൂടെയാണ് ഗേറ്റ്സ് തുറക്കുന്നത്. ഭഗവാൻ വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നു എന്ന് ഗീതയിലുമുണ്ട്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റി. അപ്പോൾ തീർച്ചയായും പുതിയ ലോകം സ്ഥാപനമായിട്ടുണ്ടാകും. മനുഷ്യർ ചന്ദ്രനിൽ പോകുന്നതിനായി എത്ര പരിശ്രമിക്കുന്നു. നിലം മാത്രമാണ് കാണുന്നത്, മനുഷ്യരെയോ മറ്റോ കാണപ്പെടുന്നില്ല. ഇത്രയുമാണ് കേൾപ്പിക്കുന്നത്. ഇതിലൂടെ എന്ത് നേട്ടം? ഇപ്പോൾ നിങ്ങൾ റിയൽ സൈലൻസിലേക്ക് പോകുന്നുവല്ലോ. അശരീരിയാകുന്നു. അത് സൈലൻസ് വേൾഡാണ്. നിങ്ങൾ മൃത്യു ആഗ്രഹിക്കുന്നു. ശരീരം ഉപേക്ഷിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നു. ബാബയെ മൃത്യുവിനു വേണ്ടിയാണ് വിളിക്കുന്നത്. വന്ന് തൻ്റെ കൂടെ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും കൊണ്ടുപോകൂ എന്ന്. എന്നാൽ പതീത പാവനൻ വരുന്നുവെങ്കിൽ നമ്മൾ കാലൻ്റെയും കാലനെയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബ വന്നു കഴിഞ്ഞു. പറയുന്നു വീട്ടിലേക്ക് പോകാം. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ബുദ്ധി പ്രവർത്തിക്കുന്നുവല്ലോ. ബുദ്ധി തൊഴിലിൻ്റെയും മറ്റും നേർക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പലരും ഇവിടെ ഉണ്ടാകും. ഇന്നാൾ രോഗിയാണ്, എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അനേകം പ്രകാരത്തിലുള്ള സങ്കല്പം വരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ആത്മാവിൻ്റെ ബുദ്ധി ബാബയുടെയും സമ്പത്തിൻ്റെയും നേർക്ക് ഉണ്ടായിരിക്കട്ടെ. ആത്മാവ് തന്നെയാണല്ലോ ഓർമ്മിക്കുന്നത്. ആരുടെയെങ്കിലും കുട്ടി ലണ്ടനിലാണ് എന്ന് വിചാരിക്കൂ. സുഖമില്ല എന്ന സമാചാരം വന്നു കഴിഞ്ഞു. ബുദ്ധി അങ്ങോട്ട് പോകും. പിന്നെ ജ്ഞാനം ബുദ്ധിയിലിരിക്കില്ല. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ അയാളുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ആരുടെയെങ്കിലും പതി അസുഖമായെങ്കിൽ സ്ത്രീയുടെ ഉള്ളിൽ ഇളകി മറിച്ചിൽ ഉണ്ടാകും. ബുദ്ധി പോകുന്നുവല്ലോ. അതിനാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ശിവ് ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. എങ്കിലും അഹോ സൗഭാഗ്യം. അവർ പതിയെയോ ഗുരുവിനെയോ ഓർമ്മിക്കുന്നത് പോലെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ തൻ്റെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കുവാൻ പാടില്ല. ബാബയെ എത്ര ഓർമ്മിക്കുമോ അപ്പോൾ സേവനത്തിലും ബാബയുടെ തന്നെ ഓർമ്മ വരും. ബാബ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇതാരാണ് പറഞ്ഞത്? ശിവ് ബാബ. ശ്രീകൃഷ്ണന്റെ ഭക്തർക്ക് എന്ത് മനസ്സിലാക്കിച്ചു കൊടുക്കും? ശ്രീകൃഷ്ണൻ പുതിയ ലോകം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞാൽ അംഗീകരിക്കുമോ? ക്രിയേറ്റർ ഗോഡ് ഫാദറാണ്, കൃഷ്ണനല്ല. പരംപിത പരമാത്മാവാണ് പഴയ ലോകത്തെ പുതിയതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കും. പുതിയത് തന്നെ പഴയതും പഴയത് തന്നെ വീണ്ടും പുതിയതുമാകുന്നു. സമയം വളരെയധികം കൊടുക്കുന്നത് കാരണം മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഉള്ളം കയ്യിൽ സ്വർഗമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ആ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. ആകുമോ? ആഹാ, എന്തുകൊണ്ടാകില്ല? ശരി, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ഓർമ്മയിലൂടെയാണ് പാപം ഭസ്മമാകുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, വികർമ്മങ്ങളുടെ ഭാരം ആത്മാവിലാണ്, ശരീരത്തിലല്ല. ശരീരത്തിൽ ഭാരമുണ്ടാകുന്നുവെങ്കിൽ ശരീരത്തെ കത്തിക്കുമ്പോൾ അതിനോടൊപ്പം പാപവും കത്തുമായിരുന്നേനെ. ആത്മാവാകട്ടെ അവിനാശിയാണ്, അതിൽ കലർപ്പ് ചേരുന്നു. നീക്കം ചെയ്യുന്നതിനു വേണ്ടി ബാബ ഒരേ ഒരു യുക്തി പറഞ്ഞു തരുന്നു. പതീതത്തിൽ നിന്നും പാവനമാകുവാനുള്ള യുക്തി എത്ര നല്ലതാണ്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നവരും ശിവനെ പൂജിക്കുന്നവരും ഭക്തരാണല്ലോ.
പൂജാരിയെ ഒരിക്കലും പൂജ്യൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ബാബയെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ സന്തോഷത്തിൽ ഇരിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം മുറിയുന്നത്. അതിനാൽ ഏതൊരു സാഹചര്യത്തിലും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ഒരു മിനിറ്റ് പോലും തൻ്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഈ പഴയ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ നങ്കൂരം ഉയർത്തണം. ബാബ നമുക്ക് വേണ്ടി പുതിയ വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രൗരവ നരകമാണ്, കംസപുരിയാണ്. നമ്മൾ പോകുന്നത് വൈകുണ്ഠപുരിയിലേക്കാണ്. സദാ ഈ സ്മൃതിയിലിരിക്കണം. വരദാനം: വിഹംഗ മാർഗത്തിൻ്റെ സേവനത്തിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം സമ്പന്നമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. വിഹംഗമാർഗത്തിൻ്റെ സേവനം ചെയ്യുന്നതിനായി സംഘടിത രൂപത്തിൽ രൂപ്, ബസന്ത് ഈ രണ്ട് കാര്യങ്ങളുടെ ബാലൻസ് ആവശ്യമാണ്. ഏതുപോലെ ബസന്തിൻ്റെ രൂപത്തിലൂടെ ഒരേ സമയത്ത് അനേകം ആത്മാക്കൾക്ക് സന്ദേശം നൽകുന്നതിൻ്റെ കാര്യം ചെയ്യുന്നുവോ, അതേപോലെ തന്നെ രൂപ് എന്നാൽ ഓർമ്മയുടെ ബലത്തിലൂടെ, ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ബലത്തിലൂടെ വിഹംഗമാർഗത്തിൻ്റെ സർവീസ് ചെയ്യൂ. ഇതിൻ്റെയും ഇൻവെൻഷൻ കണ്ടെത്തൂ. അതിനോടൊപ്പം സംഘടിത രൂപത്തിൽ ദൃഢസങ്കല്പത്തിലൂടെ പഴയ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പഴയ പെരുമാറ്റത്തിൻ്റെയും എള്ളും യവവും യജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ. അപ്പോൾ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം സമ്പന്നമാകും, അഥവാ യജ്ഞത്തിൻ്റെ സമാപ്തി ഉണ്ടാകും. സ്ലോഗൻ: ബാലകന്റെയും അധികാരിയുടെയും ബാലൻസിലൂടെ പ്ലാനിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ഈ ഈശ്വരീയ സേവനത്തിൽ വലുതിലും വലിയ പുണ്യമാണ് പവിത്രതയുടെ ദാനം നൽകുന്നത്. പവിത്രമാകുന്നതും ആക്കുന്നതും തന്നെയാണ് പുണ്യ ആത്മാവാവുക എന്നത്. കാരണം ഏതെങ്കിലും ആത്മാവിനെ ആത്മാഘാതമാകുന്ന മഹാപാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അപവിത്രത ആത്മാഘാതമാണ്, പവിത്രത ജീവദാനമാണ്. ആരുടെയെങ്കിലും ദുഃഖം വാങ്ങി സുഖം നൽകുന്നത് ഏറ്റവും വലുതിലും വലിയ പുണ്യത്തിൻ്റെ കാര്യമാണ്. ഇങ്ങനെയുള്ള പുണ്യം ചെയ്തു ചെയ്ത് പുണ്യ ആത്മാവായി മാറും. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ
ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.